നമ്മുടെ കൂട്ടുകാരെ എല്ലാവർക്കും ഓണാശംസകൾ. ഇന്ന് ഓണമല്ലേ, നമുക്കൊരു പായസം തയ്യാറാക്കാം. 1 കപ്പ് പായസം അരി എടുത്തിട്ടുണ്ട്. പാൽപ്പായസം തയ്യാറാക്കാം. വെള്ളം ചൂടായി, അരി കഴുകിയത് ഇടാം. പായസം അരി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി പാലൊഴിച്ച് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് പാലൊഴിച്ച് ഇളക്കി ഇനി പഞ്ചസാര ഇട്ട് കൊടുക്കാം. രണ്ട് പഴം അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട്. തിളപ്പിച്ച് എടുക്കാം. നെയ്യ് താളിക്കാം. പാൽപ്പായസം റെഡിയായി. എല്ലാവരും ഓണത്തിന് തയ്യാറാക്കി നോക്കണം. സേമിയുണ്ട്, ഗോതമ്പുണ്ട്, 2 പായസമുണ്ട്. അതുപോലെ ശാലിനി ഒരു കാര്യം ഉണ്ട് കേട്ടോ, ഈ പഴമുറുക്കില്ലേ, ഈ പഴമുറുക്ക് നമ്മുടെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മയാണ്. ഓണം എന്ന് പറഞ്ഞാൽ ഈ പഴമുറുക്കിന്റെ ഈ പപ്പടത്തിന്റെ ഒരു മണമാണ്. കാരണം അത്തം മുതൽ രാവിലെ മുതൽ പ്രാതൽ മുതൽ 3 നേരം നമുക്ക് ഈ പഴമുറുക്ക കിട്ടാം. ചേട്ടാ, എന്താണ് ഓണത്തിന്റെ ശേഷം അമ്മമാരൊക്കെ നിരന്നിരുന്ന് ചേച്ചി ചമ്മം പഠിച്ചതിന് ഭക്ഷണം ചെയ്ത് ശീലയാവുന്നുണ്ട്. ശീലമൊക്കെ മാറി മലയാളിയുടെ അല്ലെ. പക്ഷെ ഇന്ന് പ്രത്യേക ഈ ഒരു ദിവസമായിട്ട് എല്ലാവരും ഈ ഉൾപ്പാദിപ്പിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചല്ലേ. അതായത് നാടൻ രീതിയാണ് ഇങ്ങനെ കഴിക്കാനുള്ളതാണ് കേരളീയർക്ക്